എക്സാം പേപ്പർ തന്നെ മതി ആഴ്ച ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ. ഈ മോഡൽ എക്സാംസ് അത് ഈ കണ്ട ക്വസ്റ്റ്യൻസ് ഇത്തവണത്തെ നീറ്റ് എക്സാം ആയിക്കോട്ടെ എല്ലാം കണ്ടു തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. സോ വരാൻ പോകുന്ന എക്സാമിന് ഞങ്ങൾ ഇത്രയും തന്നെ പ്രതീക്ഷിക്കുന്നുള്ളു. ഫസ്റ്റ് നീറ്റ് കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ മോഡൽ എക്സാംസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. ബ്രില്യൻ്റ് മോഡൽ എക്സാംസ് ഭയങ്കര നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. എല്ലാ എക്സാംസ് കഴിഞ്ഞാലും നമുക്കൊരു ഡിസ്കഷൻ വീഡിയോ ഉണ്ടാകും. ആ ഡിസ്കഷൻ വീഡിയോന്ന് ഓൾമോസ്റ്റ് 2 hours ഉള്ള വീഡിയോ, പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവാണ്. ഈ വട്ടത്തെ നീറ്റ് ഞങ്ങൾക്ക് സിമ്പിൾ ആവാൻ കാരണം ഇവിടെ നടത്തിയ മോഡൽ എക്സാംസ് തന്നെയാണ്. അവർ ആ ഡിഫിക്കൽട്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വട്ടം സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ എത്ര നീറ്റ് ഇടുകയാണെങ്കിലും കുഴപ്പമില്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും അവർ തരും. എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു 2ാം ചാൻസ് കിട്ടും. നമുക്ക് എല്ലാവർക്കും ഇത് അങ്ങനെ ഒരു അവസരമായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ്. പിന്നെ റീനീറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ പെട്ടെന്ന് തന്നെ മോഡൽ തുടങ്ങി. ഇനി പഴയ മൊമെന്റം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ജൂൺ ഞായറാഴ്ചയാണ് നീറ്റിന്റെ പുനഃപരീക്ഷ നടക്കാൻ പോകുന്നത്. ഏതായാലും മുൻകൂട്ടി ഇപ്പോൾ നീറ്റിന്റെ പുനഃപരീക്ഷ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റീനീറ്റ് പരീക്ഷ പ്രഖ്യാപിച്ച് വെറും 2 ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ടത്. എന്നാൽ ഇവിടെ ബുള്ളറ്റ് സ്റ്റഡി സെന്ററിന്റെ ക്യാമ്പസുകളിൽ ആശങ്കകൾക്ക് സ്ഥാനമില്ല. പകരം കഠിനമായ പരിശീലനത്തിന്റെ ആവേശമാണ് എങ്ങും. പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ബെർലിനിൽ മോഡൽ പരീക്ഷകൾക്ക് തുടക്കമായി കഴിഞ്ഞു. മെഡിക്കൽ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റിയ 10,000-കണക്കിലധികം വിദ്യാർത്ഥികളാണ് ബെർലിനിന്റെ പരീക്ഷാ ഹാളുകളിൽ ഇപ്പോൾ തങ്ങളുടെ അറിവ് മാറ്റുരയ്ക്കുന്നത്. കേവലം ഒരു പരീക്ഷ എന്നതിനപ്പുറം ജൂൺ 21 വരാനിരിക്കുന്ന റീനീറ്റ് 2026 കൃത്യമായ തയ്യാറെടുപ്പുകളാണ് ഈ മോഡൽ പരീക്ഷകളിലൂടെ വിദ്യാർത്ഥികൾ പരിശീലിക്കുന്നത്. മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരീക്ഷാ രീതികളിൽ കൃത്യമായ അപ്ഡേഷൻസുകളാണ് ബെർലിൻ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. 3 മണിക്കൂറും 15 മിനിറ്റും നീണ്ടു നിൽക്കുന്ന പരീക്ഷകൾ വിദ്യാർത്ഥികളിൽ മികച്ച ടൈം മാനേജ്മെന്റ് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. ഇത് റീനീറ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗ്രൂപ്പിൽ മീറ്റിംഗ്, അന്ന് വൈകുന്നേരം തന്നെ മീറ്റിംഗ് നടത്തി. ഇനി എന്തൊക്കെ ചെയ്യണം, ഹോസ്റ്റൽ തുറന്നു തരുമോ, എല്ലാ കാര്യങ്ങളും ആ മീറ്റിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ മോഡൽ എക്സാംസ് തുടങ്ങി. 1 മാസത്തേക്കുള്ള മോഡൽ എക്സാം തുടങ്ങി. ഹോസ്റ്റൽ ഓപ്പൺ ആക്കി. ബ്രില്യൻ്റിലെ ആപ്പും എല്ലാം റെഡിയാക്കി തന്നു. ഭയങ്കര സപ്പോർട്ട്. അത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നില്ല മോൾക്ക്? ഓഫ് കോഴ്സ്. കാരണം നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ നല്ലതല്ലേ. നമ്മൾ മോഡൽ ചെയ്തിട്ടാണ് നമുക്ക് നീറ്റിന്റെ എക്സാം ഇത്രയും എന്താ പറയാ കുഴപ്പമില്ല എന്നുള്ള ഇതിലെത്തിയത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസും കുറച്ചും കൂടെ സപ്പോർട്ടും ഒക്കെ ആവുമ്പോൾ നമുക്ക് ഇനിയും സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു 2ാം ചാൻസ് കിട്ടും. നമുക്ക് എല്ലാവർക്കും ഇത് അങ്ങനെ ഒരു അവസരമായിട്ട് ഉപയോഗിക്കാന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇത് റീനീറ്റ് പറഞ്ഞപ്പോഴും ഞാൻ ഷോക്കായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഫിസിക്സിലായാലും ഞാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇനിയൊരു ചാൻസ് ആണ് ഫിസിക്സ് പഠിക്കാനും. ഇനി ആ 1 മാസം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തതിന് ഉറപ്പായിട്ടും നീറ്റ് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുക. എല്ലാം നമുക്ക് ഫേവറബിൾ ആയിട്ട് എല്ലാം നടക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? മോഡൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നും ഒരു മോഡറേറ്റ് ലെവൽ എക്സാം തന്നെയായിരുന്നു. ചെയ്യാൻ പറ്റി. ആദ്യം ഒട്ടെന്ന് പറയുമ്പോൾ എക്സാം എഴുതാനൊക്കെ മുന്നേ കിട്ടില്ല എന്ന് തന്നെ വെച്ചാണ് എഴുതിയത്. പക്ഷേ ബ്രില്യന്റിന്റെ ഓരോ ക്വസ്റ്റ്യൻസും അവരുടെ ഒരു സപ്പോർട്ടും കാരണം നല്ല കോൺഫിഡൻസോടെ എഴുതാൻ പറ്റി. പിന്നെ എക്സാം എളുപ്പമായിരുന്നു. പിന്നെ റീനീറ്റ് എന്നുള്ളൊരു ഇത് കേട്ടപ്പോൾ ശരിക്കും ഷോക്കായി പോയി. പിന്നെ ബ്രില്യന്റ് ഒന്നുകൂടെ റീഓപ്പൺ ചെയ്തു. പിന്നെ അവരുടെ എക്സാംസും കൂടെ പോകുമ്പോൾ ഇനി ഒന്നുകൂടെ നല്ല കോൺഫിഡൻസ്. ഇപ്പോൾ കഴിഞ്ഞെന്ന് പറയുമ്പോൾ റീനീറ്റിന് മുന്നേ എഴുതിയ മോഡൽ എക്സാംസിനൊക്കെ കോൺഫിഡൻസോടെ ഇപ്പൊ എഴുതാൻ പറ്റുന്നത്. എന്തായാലും ബ്രില്യന്റ് വീണ്ടും പഴയ പോലെ മോഡൽ എക്സാംസ് നടത്തിയ പോലെ തന്നെ അതേ ലെവലിൽ തന്നെ വീണ്ടും ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ട്. ഇനി അടുത്ത വട്ടം ഒരു ചാൻസ് ആയിട്ട് വിചാരിക്കുന്നുള്ളൂ. നഷ്ടപ്പെട്ടു പോയൊരു ചാൻസ് ഒന്നും ചിന്തിക്കുന്നില്ല. ഇവിടെ എക്സാംസ് എല്ലാം ഷെഡ്യൂൾഡ് ആയിട്ട് തന്നെയാണ് നടത്തിയത്. അപ്പം അത്ര കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് ടൈമിൽ തന്നെ എഴുതി തീർക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു എക്സാം വരികയാണെങ്കിലും നമുക്ക് കഴിഞ്ഞ എക്സാമിന് വരുത്തിയ മിസ്റ്റേക്സ് വീണ്ടും വരുത്താതെ ഒന്നുകൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രില്യൻ്റ് പ്രാക്ടീസ് ചെയ്യും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു 17 മോഡൽ എക്സാം കൂടെ എക്സ്ട്രാ കിട്ടിയിരിക്കാം. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പോളിഷ് ചെയ്യാനുള്ള ടൈം കൂടി, അതായത് അത്രയും ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി കാണാം. ഒന്നുകൂടി വെൽ പാക്ഡ് ആയിട്ട് എക്സാമിന് വീണ്ടും പോവാം. പിന്നെ ഇവിടുന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്സാം റീനീറ്റ് പ്രഖ്യാപിച്ചു 12 നൈറ്റ് തന്നെ ഞങ്ങളെ ക്ലാസ് ടീച്ചർ ഞങ്ങളെ വിളിച്ചു. എന്തൊക്കെയാണ് പരിപാടി, വീണ്ടും പഠിച്ചു തുടങ്ങണ്ടേ, ഇങ്ങനെ ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, വീണ്ടും ഇങ്ങോട്ട് വരാം. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ പാക്ക് ചെയ്തു തന്നു. കാര്യങ്ങളുടെ എത്തി. ഇപ്പോൾ വീണ്ടും 2 മോഡൽ കഴിഞ്ഞു. അങ്ങനെ ഇവിടെ സപ്പോർട്ട്
എപ്പോഴും ബെസ്റ്റ് തന്നെയാണ്. വീട്ടിലാണെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കുറേ സമയം അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും, നമ്മൾ അറിയുമല്ലോ. ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ സമയമെല്ലാം കളക്ട് ചെയ്ത് ഓരോ മിനിറ്റ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് കെമിസ്ട്രി നല്ലോണം ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം ഒന്നുകൂടി ഇത് റെഡിയാക്കി എടുക്കാനൊരു തോന്നൽ വരുന്നുണ്ട്. പിന്നെ 15 മിനിറ്റ് കുറച്ച് കൂട്ടി തന്നതിന്റെ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ട് ഒരു ടൈം കിട്ടുന്നുണ്ടല്ലോ, അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ശരിക്കും ഇതൊരു ബോണസ് ആയിട്ട് തന്നെ കരുതുന്നത്. കാരണം ആദ്യത്തെ എക്സാം കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിലും തോന്നിയിരുന്നു. പക്ഷെ അത് കിട്ടണേ ശരിക്കും ഒരു വർഷമാവും. പക്ഷെ അതിന് മുമ്പ് തന്നെ ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് ദൈവഭാഗ്യമായിട്ട് തന്നെ ഞങ്ങളൊക്കെ കരുതുന്നത്. ഈ വട്ടത്തെ നീറ്റ് ഞങ്ങൾക്ക് സിമ്പിൾ ആവാൻ കാരണം ഇവിടെ നടത്തിയ മോഡൽ എക്സാംസ് തന്നെയാണ്. അവർ ആ ഡിഫിക്കൽട്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വട്ടം സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. ഇനിയിപ്പോൾ എത്ര നീറ്റ് ഇടുകയാണെങ്കിലും കുഴപ്പമില്ലാണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും അവർ തരും. അതൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. 15 മിനിറ്റ് കൂട്ടി തന്നുകൊണ്ട് തന്നെ എല്ലാവരും നല്ലതിനാണെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. കഴിഞ്ഞ പരീക്ഷ തന്നെ നല്ല ഈസി ആയിരുന്നു എന്നും എല്ലാവർക്കും നല്ല ഇതായിരുന്നു. അപ്പോൾ ഇനി വരുന്നത് നല്ല പാടായിരിക്കും, നല്ല ഡിഫിക്കൽട്ട് ആക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും നമുക്ക് ഇവിടെ ബ്രില്യന്റ് വന്നതിന് ശേഷം പിന്നെ അത് മാറി. ഏത് രീതിയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കല്ലേ? ഈസി, മീഡിയം, ഹാർഡ്, ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് തരുന്നുണ്ടല്ലേ? സാറിന്റെ സ്പീച്ച് ഒക്കെ കേട്ടപ്പോൾ തന്നെ മോട്ടിവേറ്റഡ് ആയി ചെറുതായിട്ട്. പരീക്ഷകളുടെ ഘടനയിലും ബുർലൻ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈസിയായുള്ള പരീക്ഷകൾ വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സില്ലി മിസ്റ്റേക്സ് ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് ലഭിക്കുന്ന ആൻസർ സൊല്യൂഷൻ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. മീഡിയമായ പരീക്ഷകളിലൂടെ വിദ്യാർത്ഥികളിലെ കൃത്യതയും വേഗതയും പുനർക്രമീകരിക്കാൻ സാധിക്കുന്നു. ഹാർഡ്, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചോദ്യങ്ങളെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. ഇൻ കേസ് എക്സാംസ് ബുദ്ധിമുട്ടേറിയതായാൽ അതിനെ നേരിടാനും വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യം. വിവിധ തലങ്ങളിലുള്ള വൈവിധ്യമാർന്ന ചോദ്യങ്ങളാണ് ഓരോ പരീക്ഷയിലും വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഇത് അവരെ ഏത് തരത്തിലുള്ള കഠിനമായ നീറ്റ് പരീക്ഷയെയും നേരിടാൻ പ്രാപ്തരാക്കുന്നു. പഠനത്തിന് ഏറ്റവും അനുയോജ്യമായ മാനസികാവസ്ഥ ക്യാമ്പസിൽ ഒരുക്കുക എന്നതാണ് ബുർലിനിന്റെ രീതി. അതിനായി ഏറ്റവും മനോഹരവും ശാന്തവുമായ ഹോസ്റ്റൽ സൗകര്യങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വീട്ടിലെ അന്തരീക്ഷം അനുസ്മരിപ്പിക്കുന്ന താമസ സൗകര്യവും പോഷക സമൃദ്ധമായ ഭക്ഷണവും വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കുന്നു. മോഡൽ പരീക്ഷകൾ എഴുതാനും സംശയ നിവാരണങ്ങൾക്കും റെഫറൻസിനുമൊക്കെയായി ക്യാമ്പസിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പഠനച്ചൂടിനിടയിലും വിദ്യാർത്ഥികളുടെ മനസ്സിന് ഉണർവേകാൻ ബുർലിൻ ക്യാമ്പസ് എന്നും സജീവമാണ്. മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികളെ ലൈവായി തന്നെ ഡയറക്ടേഴ്സ് ആദരിക്കുന്നു. ക്യാമ്പസിന്റെ നടുത്തളത്തിൽ വെച്ച് ഡയറക്ടേഴ്സും അധ്യാപകരും സുഹൃത്തുക്കളും ചേർന്ന് മിടുക്കരെ ആദരിക്കുമ്പോൾ 4 ഭാഗത്തു നിന്നും ഉയരുന്ന ആ കയ്യടികളും ആരവങ്ങളും ക്യാമ്പസിനെ ആകെ ആവേശത്തിലാഴ്ത്തുകയാണ്. നടുത്തളത്തിൽ മാത്രമല്ല, ഓരോ ക്ലാസ് മുറികളിലും നേരിട്ടെത്തി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പ്രോത്സാഹനങ്ങൾ അവരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ഒരു മോഡൽ പരീക്ഷ കഴിഞ്ഞ് ആത്മവിശ്വാസത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്ന വിദ്യാർത്ഥികളുടെ മുഖത്ത് ഭയമില്ല, പകരം ലക്ഷ്യം നേടാമെന്ന ഉറപ്പുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്നു മാത്രം: ഈ അപ്രതീക്ഷിത പരീക്ഷാ മാറ്റം വരെ അവരെ തളർത്തിയിട്ടില്ല, മറിച്ച് കൂടുതൽ കരുത്തരാക്കിയിട്ടേയുള്ളൂ. മികച്ച ചോദ്യങ്ങളും കൃത്യമായ വിലയിരുത്തലുകളും തങ്ങൾക്ക് നൽകുന്ന പോസിറ്റീവ് എനർജി ചെറുതല്ലെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നു. So these model exams we've been having, it's been pretty useful actually, especially for NEET itself. And the pacing in which we've been getting these model exams is also pretty good. We get decent days to prepare, and that too at the same time, after each exam we can do our corrections. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ട്, ഇവിടുന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡലാണല്ലോ നീറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്കത് ഓൾറെഡി കണ്ടുപരിചയമുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് ടെൻഷൻ കുറയുന്നുണ്ട്. പിന്നെ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഠിക്കായിരുന്നല്ലേ? ഫിസിക്സ് ആയിരുന്നു പഠിച്ചോണ്ടിരിക്കുന്നത്. മോഡൽ എക്സാമിന്റെ കറക്ഷൻസ് നോക്കിയാണ്. ഓക്കെ, അപ്പൊ മോൻ ഓരോ എക്സാം കഴിയുമ്പോഴും അതുപോലെ കറക്ഷൻസ് നോക്കി തന്നെയാണോ പോവാറ്? അപ്പൊ എത്രത്തിലാണ് ഈ ഒരു എക്സാം വന്നപ്പോൾ ഹെൽപ്പ് ചെയ്തേ? ഫസ്റ്റ് പറയുകയാണെങ്കിൽ 2026 എക്സാം എഴുതിയപ്പോൾ ഇവിടുത്തെ ഈ മോഡൽ എക്സാമിന്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഞാൻ അതേപോലെ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു ഗ്രാഫിന്റെ ഒരു ഔട്ട്പുട്ടിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഡയോഡ് നെക്രോസ് എടുക്കുന്നത്. അത് ഞാൻ
ഫസ്റ്റ് ഡൗട്ട് വന്നിട്ട് ഉല്ലാസ് സാറിനടുത്തും ജോബിൻ സാറിനും ചോദിച്ച ക്വസ്റ്റ്യൻ അത് അതേപോലെ തന്നെ അന്ന് അവിടെ കാണാൻ പറ്റി വന്നു അതുപോലെ എഴുതാൻ പറ്റി. പിന്നെ ഒരു ലീനിയർ മാസ് ഡെൻസിറ്റിയുടെ ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് വീക്ക്നെസ് എന്ന് നന്നായിട്ട് അറിയാൻ പറ്റുന്നത് മോഡൽ എക്സാം എഴുതുമ്പോൾ. ബ്രില്ലിൻ്റെ മോഡൽ എക്സാം എന്ന് വെച്ചാൽ പിന്നെ എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ടോപ്പിക് പോലും ഒരു ഇങ്ങനെ വിടാതെ ഇല്ല. അപ്പോൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ എന്ന് വെച്ചാൽ ബ്രില്ലിൻ്റെ മോഡൽ എക്സാമിൻ്റെ സ്പേസിംഗ് ഇല്ലേ ഡേയ്സ് അതെല്ലാം സൂപ്പർ. ലൈക്ക് ഇറ്റ്സ് കറക്റ്റ്ലി അലൈൻ സോ ദാറ്റ് കറക്റ്റ് പ്രിപ്പറേഷൻ കിട്ടും, തിയറിയും വായിക്കാൻ പറ്റും, അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീനീറ്റിന് വേണ്ടിയെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നീറ്റെന്ന് വെച്ചാൽ ജെഇ മെയിൻസിൻ്റെ ലെവൽ അത്രയും പോകില്ല, പക്ഷേ ജെഇ മെയിൻസിൻ്റെ ലെവലിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പോകുന്നതല്ല. അപ്പോൾ അത് ചെയ്യാൻ കുറച്ചും കൂടി സമയം കിട്ടും. പിന്നെ എന്ന് വെച്ചാൽ NCERT ഒരു പ്രാവശ്യം കൂടി വായിച്ച് അതും കൂടി തറവാക്കാൻ സമയം കിട്ടും. പിന്നെ റീനീറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ പെട്ടെന്ന് തന്നെ മോഡൽ തുടങ്ങി, ഇനി പഴയ മൊമെൻറ്റം കിട്ടുമെന്നാണ് പ്രതീക്ഷ. ബ്രില്ലിയൻ്റെ മോഡൽ എക്സാംസ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഫിസിക്സിൻ്റെ ക്വസ്റ്റിനും കാരണം ജനുവരി തൊട്ട് ഞങ്ങൾ മെയ് 2-ാം തീയതി വരെ എക്സാം എഴുതി. അത് കഴിഞ്ഞ് റീനീറ്റ് വരുമ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഇനി 10-16 എക്സാംസ് ഉണ്ട്. അപ്പം അതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസും റിവൈസ് ചെയ്യുന്നതനുസരിച്ച് ഓരോ പാഠത്തിനെക്കുറിച്ചും കൂടുതൽ അറിയാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിലായിരിക്കും നെഗറ്റീവ്സ് വരിക. അതെല്ലാം അപ്പോൾ കുറേ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഓരോ എക്സാമിലും ഓരോരോ നെഗറ്റീവ്സ് വന്നതുകൊണ്ട് അത് ശരിയാക്കി ഒറിജിനൽ നീറ്റിലോട്ട് വന്നപ്പോൾ ആ നെഗറ്റീവ്സ് ഒന്നും വരാതിരിക്കാൻ പറ്റി. ഇപ്പോൾ വീണ്ടും മോഡൽ എക്സാം തുടങ്ങിയപ്പോൾ കഴിഞ്ഞ നീറ്റിൽ വന്ന കുറേ തെറ്റുകളും നെഗറ്റീവ്സും വീണ്ടും തിരുത്തി അടുത്ത റീനീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇവിടുത്തെ മോഡൽ എക്സാം ഒരുപാട് ഉപയോഗപ്രദമാണ്. എല്ലാ എക്സാംസ് കഴിഞ്ഞാലും നമുക്കൊരു ഡിസ്കഷൻ വീഡിയോ ഉണ്ടാവും. ആ ഡിസ്കഷൻ വീഡിയോന്ന് ഓൾമോസ്റ്റ് 2 hours ഉള്ള വീഡിയോ, പക്ഷെ അത് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം നമുക്ക് കുറേ അറിയാത്ത കോൺസെപ്റ്റ്സൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ മിസ്റ്റേക്സൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. പിന്നെ മോഡൽ എക്സാംസ് കൂടെ അല്ലാതെ പ്രിപ്പറേറ്ററി എക്സാംസും കൂടിയുണ്ട്. അതാണെങ്കിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അഡീഷണലായിട്ട് കിട്ടാനും പറ്റും. അപ്പം അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സെറ്റാവും. ഒരു 1 week ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വീണ്ടും നീറ്റ് എഴുതാൻ വേണ്ടി വന്നിരിക്കണേ. അപ്പം ഇപ്പോൾ നടക്കുന്ന മോഡൽ എക്സാം എന്ന് പറയുന്നത് നമുക്കൊരു റിവിഷനായിട്ടാണ്. അതായത് നമുക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ടു ട്രാക്കിലോട്ട് കയറാനായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ച് തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് നമ്മളെ ക്വസ്റ്റ്യൻസിലുള്ള ഓരോന്ന് പോകുമ്പോഴും നമ്മൾ ചിലപ്പോൾ മറന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്തെടുക്കാനുള്ള നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നീറ്റ് കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ മോഡൽ എക്സാംസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി. സോ നെക്സ്റ്റ് എക്സാംസിന് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം കിട്ടി. വരാനിരിക്കുന്ന ജൂൺ 21-ാം തീയതിയിലെ റീനീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ എങ്ങനെയെന്നാലും നേരിടാൻ ബെർലിനിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് പൂർണ്ണ സജ്ജരാണ്. കൃത്യമായ പരിശീലനവും ഡയറക്ടേഴ്സിന്റെയും കോർഡിനേറ്റേഴ്സിന്റെയും അധ്യാപകരുടെയും മെന്റേഴ്സിന്റെയും നിരന്തരമായ പിന്തുണയും സ്വന്തം കഠിനാധ്വാനവും ചേരുമ്പോൾ വിജയം തങ്ങൾക്കൊപ്പം തന്നെയെന്ന ഉറച്ച കോൺഫിഡൻസിലാണ് ഓരോ ബെർലിൻ ക്യാമ്പസും. Brilliant Study Center, India's #1 coaching center for NEET and JEE.